നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ ഇത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. എന്തിനാണ് അത് വിവാദമാക്കിയത്? ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ചിലർ ഈ കാര്യത്തിൽ CPIMൻ്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ്. CPIMൻ്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIMൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്.